പ്രതീക്ഷയും ഭയവും അല്ലേ? ഈ രണ്ട് വികാരങ്ങളാണല്ലോ നമ്മുടെയൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ ഇസ്ലാമിക പാരമ്പര്യത്തിൽ ഈ ആശയങ്ങൾക്ക് നമ്മൾ സാധാരണ കൊടുക്കുന്നതിനേക്കാൾ ഒരുപാട് ആഴത്തിലുള്ള അർത്ഥങ്ങളുണ്ട്. പലപ്പോഴും ആളുകൾക്ക് തെറ്റിപ്പോകുന്നൊരു വിഷയമാണിത്. അപ്പോൾ ഇന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരു പ്രവാചകന്റെ കൂടെ ഒരൊറ്റ നിമിഷം കിട്ടിയാൽ നിങ്ങൾ എന്ത് ചോദിക്കും? മിക്കവാറും നിങ്ങളുടെ ഉത്തരം രണ്ടിലൊന്നായിരിക്കും അല്ലേ? ഒന്നുകിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥന നടത്താൻ പറയും, അല്ലെങ്കിൽ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒരു ഉപദേശം ചോദിക്കും. മുഹമ്മദ് നബിയുടെ അനുചരന്മാരും ഇതുപോലെ തന്നെയായിരുന്നു. അവരും പ്രധാനമായും ചോദിച്ചത് ഈ രണ്ട് കാര്യങ്ങളാണ്: ഒന്നുകിൽ ദുആ, അല്ലെങ്കിൽ ഉപദേശം. അപ്പോൾ നമുക്ക് പ്രവാചകൻ നൽകിയ ഒരു ഉപദേശത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒരിക്കലൊരു അനുചരൻ നബിയുടെ അടുത്ത് വന്ന് ചോദിച്ചു, ഞാൻ എങ്ങനെയാണ് രക്ഷപ്പെടുക? ഇതൊരു സാധാരണ ചോദ്യമായിരുന്നില്ല. ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കാനുള്ള ഒരു സർവൈവൽ കിറ്റായിരുന്നു അദ്ദേഹത്തിന് വേണ്ടിയിരുന്നത്. പ്രവാചകൻ കൊടുത്ത മറുപടിയുണ്ടല്ലോ, അത് കേൾക്കുമ്പോൾ വളരെ സിമ്പിളാണ്, പക്ഷേ അതിന്റെ അർത്ഥം വളരെ വലുതാണ്. പ്രവാചകന്റെ ആ സർവൈവൽ കിറ്റിൽ 3 കാര്യങ്ങളാണുണ്ടായിരുന്നത്. ഒന്നാമത്തത്, നിങ്ങളുടെ നാവിനെ പിടിച്ചു നിർത്തുക, അതായത് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക. രണ്ടാമത്തത്, നിങ്ങളുടെ വീട് നിങ്ങൾക്ക് മതിയാവട്ടെ, പുറത്തുള്ള ഫിറ്റ്നകളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നുമൊക്കെ ഒരകലം പാലിക്കുക. ഈ രണ്ടും നമ്മുടെ പുറമേയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷേ ആ മൂന്നാമത്തെ ഉപദേശം, നിങ്ങളുടെ പാപങ്ങളെ ഓർത്ത് കരയുക എന്നത്, അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരവസ്ഥയെക്കുറിച്ചാണ്. അതാണ് ഏറ്റവും കോംപ്ലിക്കേറ്റഡ്. നമുക്കതിലേക്ക് വരാം. അതെ, ഈ മൂന്നാമത്തെ ഉപദേശം ശരിക്കും മനസ്സിലാക്കാൻ കുറച്ചു പാടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, പാപങ്ങളെക്കുറിച്ചുള്ള ബോധ്യം നമ്മളെ നന്നാക്കാൻ സഹായിക്കണം, ശരിയല്ലേ? പക്ഷേ അതേ ചിന്ത തന്നെ നമ്മളെ നിരാശയുടെ പടുകുഴിയിലേക്ക് തള്ളിയിടാനും മതി. കണ്ടില്ലേ, ആരോഗ്യകരമായ ഭയവും നമ്മളെ തളർത്തുന്ന നിരാശയും തമ്മിലൊരു നേർത്ത വരയുണ്ട്. ആ വരയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഈ ബാലൻസ് എങ്ങനെയാണ് ജീവിതത്തിൽ കൊണ്ടുവരിക? ഒരുപാട് നന്മകൾ ചെയ്തിരുന്ന അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരെന്ന് ഖുർആൻ തന്നെ പറഞ്ഞ ആളുകൾ, അവരെങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിച്ചിരുന്നത്? അവരുടെ ഒരു പ്രാർത്ഥന നമുക്ക് നോക്കാം. ഖുർആനിൽ ഇബാദുർ റഹ്മാൻ, അതായത് റഹ്മാന്റെ അടിമകൾ എന്ന് വിശേഷിപ്പിച്ച നല്ല മനുഷ്യരുടെ പ്രാർത്ഥനയാണിത്. നിങ്ങൾ ശ്രദ്ധിച്ചോ? അവർ സ്വർഗം ചോദിക്കുന്നതിനു മുൻപേ ഒരു കാര്യം ഒഴിവാക്കിത്തരാനാണ് അള്ളാഹുവിനോട് പറയുന്നത്. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷയെ നീ ഒഴിവാക്കിത്തരണമേ, തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത ഒന്നാകുന്നു. ഈ പ്രാർത്ഥനയിലെ അവസാനത്തെ വാക്ക്, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ വാക്കാണ് ഗറാം. എന്താണ് ഗറാം എന്ന് പറഞ്ഞാൽ? അതൊരു സാധാരണ ശിക്ഷയല്ല. പശ പോലെ ഒട്ടിപ്പിടിക്കുന്ന, ഒരിക്കലും വിട്ടുപോകാത്ത ഒന്നിനാണ് അറബിയിൽ ഗറാം എന്ന് പറയുക. കടം വാങ്ങിയിട്ട് തിരികെ കൊടുക്കാത്തൊരാളെ കടക്കാരൻ വിടാതെ പിന്തുടരില്ലേ? അതുപോലെ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത, ഒട്ടിപ്പിടിച്ചു കൂടെ തന്നെയുള്ളൊരു ശിക്ഷ, അതാണ് ഗറാം. അപ്പോൾ ഗരാം എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലാവുമ്പോൾ തന്നെ ദൈവഭയം എന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് മാറണം. ഇത് വെറുതെ എന്തോ കണ്ട് പേടിച്ചു വിറയ്ക്കുന്ന ഒരുതരം മാനസിക വിഭ്രാന്തിയല്ല. നേരെ മറിച്ച് അതൊരു തരം ക്ലാരിറ്റിയാണ്, ഒരു വ്യക്തതയാണ്. അതായത് ഈ ഭയം വരുന്നത് നിരാശയിൽ നിന്നല്ല, മറിച്ച് ഉറപ്പിൽ നിന്നാണ്. പരലോകവും അതിലെ ശിക്ഷയും രക്ഷയുമെല്ലാം ഒരു യാഥാർത്ഥ്യമാണെന്ന് കണ്ണുകൊണ്ട് കണ്ടതുപോലെ ഉറപ്പുള്ള ഒരാളുടെ അവസ്ഥയാണത്. ആ ഉറപ്പാണ് അവരുടെ ജീവിതത്തെയും പ്രാർത്ഥനകളെയുമെല്ലാം രൂപപ്പെടുത്തുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഹെൽത്തി ഫിയർ, അല്ലെങ്കിൽ ആരോഗ്യകരമായ ഭയം, ഒരു വ്യക്തിയിലുണ്ടാക്കുന്ന നല്ല മാറ്റങ്ങൾ എന്തൊക്കെയാണ്? 1. ജീവിതത്തിൽ എന്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു ബോധമുണ്ടാകും. 2. അനാവശ്യ കാര്യങ്ങൾ ഒഴിവാക്കി പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. പിന്നെ അഹങ്കാരമില്ലാതാവും, വിനയം വരും. ഉള്ളും പുറവും ഒന്നായിരിക്കാൻ, അതായത് കാപട്യം ഒഴിവാക്കാനും ഇത് സഹായിക്കും. ശരി, ഇനിയാണ് നമ്മൾ ഈ വിഷയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരുന്നത്. പ്രതീക്ഷ, വ്യാമോഹം, ഒരു പാപം ചെയ്യുന്നതിന്റെ മനഃശാസ്ത്രം എന്താണ്? പ്രതീക്ഷയെയും ഭയത്തെയും പൈശാചിക ശക്തികളും ദൈവിക മാർഗദർശനവും എങ്ങനെയാണ് വ്യത്യസ്തമായി ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. ഒരു പാപം ചെയ്യുന്നതിന് മുൻപും അത് ചെയ്തതിന് ശേഷവും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. പാപം ചെയ്യുന്നതിന് മുമ്പ് പിശാച് നമ്മുടെ മനസ്സിൽ പ്രതീക്ഷയുടെ രൂപത്തിൽ ഒരു വ്യാമോഹം കൊണ്ടിടും. ചെയ്തോളൂ, അള്ളാഹു പുറത്തുതരും, അവൻ കരുണയുള്ളവനല്ലേ എന്ന് പറയും. എന്നാൽ ദൈവിക മാർഗദർശനം എന്താണ് പറയുന്നത്? അത് ആരോഗ്യകരമായ ഭയം ഉപയോഗിക്കും. അതിന്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് ഒന്നോർക്കുന്നത് നല്ലതാണ് എന്ന് മുന്നറിയിപ്പ് തരും. ഇനി ആ പാവം ചെയ്തു കഴിഞ്ഞാലോ, അപ്പ പിശാച് കളിമാറ്റും. അവൻ ഭയത്തിന്റെ രൂപത്തിൽ നിരാശ കൊണ്ടിടും. തീർന്നു, നിന്റെ കാര്യം കഴിഞ്ഞു, ഇനി നിനക്ക് മാപ്പില്ല. എന്നാൽ അപ്പോഴും ദൈവികമായ മാർഗദർശനം എന്താണ് തരുന്നത്? യഥാർത്ഥ പ്രതീക്ഷ, അവന്റെ കാരുണ്യത്തിന്റെ വാതിൽ എപ്പോഴും തുറന്നുകിടക്കുകയാണ്, നീ മടങ്ങിവരൂ. ഈ വ്യത്യാസം മനസ്സിലാക്കിയോ? അപ്പോ
എന്താണ് ഈ ഭയത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശ്യം? നമ്മളെ നിരാശപ്പെടുത്തി ഒരു മൂലക്കിരുത്താനാണോ? ഒരിക്കലുമല്ല. തീർച്ചയായും ശിക്ഷയെക്കുറിച്ചുള്ള ഈ ഓർമ്മപ്പെടുത്തലുകളുടെ ഒന്നും ലക്ഷ്യം നമ്മളെ നിരാശപ്പെടുത്തുക എന്നതേയല്ല. പിന്നെന്തിനാണ്? അത് നമ്മളെ പ്രാർത്ഥിപ്പിക്കാനാണ്. ആ ഭയത്തിൽ നിന്ന് രക്ഷ തേടി ദൈവത്തിലേക്ക് തന്നെ തിരിയാൻ, അവനോട് ദുആ ചെയ്യാൻ വേണ്ടിയാണ്. ഇതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയ പാഠം. ശരിയായ ദൈവഭയം നിങ്ങളെ അവനിൽ നിന്ന് ഓടി അകറ്റുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് അവനിലേക്ക് ഓടി അടുപ്പിക്കുകയാണ് വേണ്ടത്. ഓർക്കുക, നിങ്ങൾ ഓടേണ്ടത് അവനിൽ നിന്നല്ല, അവനിലേക്കാണ്. അതുകൊണ്ടാണ് പ്രവാചകന്റെ ഈ ഉപദേശം വളരെ പ്രധാനപ്പെട്ടതാവുന്നത്. ജീവിതത്തിലുടനീളം നമ്മൾ ഈ ആരോഗ്യകരമായ ഭയം നിലനിർത്തണം, ശരിതന്നെ. പക്ഷേ അവസാനം ഒരു വിശ്വാസിയുടെ മനസ്സ് എപ്പോഴും ദൈവത്തിന്റെ കാരുണ്യത്തെക്കുറിച്ചുള്ള നല്ല പ്രതീക്ഷയിലായിരിക്കണം. പ്രവാചകൻ പറഞ്ഞതുപോലെ അല്ലാഹുവിനെക്കുറിച്ച് നല്ലത് പ്രതീക്ഷിച്ചുകൊണ്ടല്ലാതെ നിങ്ങളിലൊരാളും മരിക്കരുതെന്ന്. അപ്പോൾ ഈയൊരു ആശയത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. കേൾക്കുമ്പോൾ ഒരു വിരോധാഭാസം പോലെ തോന്നാം, അല്ലേ? എന്നാലും ഒന്നാലോചിച്ചു നോക്കൂ. അനന്തരഫലങ്ങളെക്കുറിച്ചുള്ള ആരോഗ്യകരമായൊരു ഭയം എങ്ങനെയാണ് നമുക്ക് കൂടുതൽ പ്രതീക്ഷയുള്ളൊരു ജീവിതം നൽകുന്നത്?